Hello friends, today's video I'm going to teach you how to write in mirror letters, also in English and Malayalam. Mirror letters is striking and mysterious. It has been practiced deliberately by some notable figures, most famously Leonardo da Vinci. Picture yourself you're writing bye bye on a condensed window. If you want the opposite person to understand it, you have to write it in mirror letters. So it is a useful stuff. First of all, let's start with the normal letters. Therefore, it will be easy for you to compare the difference between mirror and the normal letters. And it goes like that. When you're writing mirror letters, you always have to start from the right side. Therefore, our brains get straight mirror letters, and it also helps to avoid mixing with normal letters. While writing mirror letters, we have to check the letters by flipping the page or with the help of a mirror, because we may make mistake constantly. Now let's observe it. I'm here writing small letters instead of caps because there is much to observe. As we can see, we have interchanged letters P and T, also S and Z. While writing J, Q and G, we have to be more careful because I used to make mistake while writing often. After constant practice, you will be able to write as fast as possible. I used to spend my 9th standard history class for grooming my writing, since it doesn't check my note oftenly. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമ്മൾ നേരത്തെ എഴുതിയതുപോലെ മലയാളം ലെറ്റേഴ്സ് നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്നാണ് എഴുതി തുടങ്ങാൻ. അതായത് തിരിച്ചെഴുതണമെങ്കിൽ അത് നമ്മളെ മൈൻഡിലിരിക്കണമെങ്കിൽ. അല്ലാതെ സാധാ എഴുതും പോലെ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ കൺഫ്യൂസ് ആയി പോകും. ചിലപ്പോൾ നോർമൽ ലെറ്റേഴ്സും ഇതിനെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് വേണം എഴുതി തുടങ്ങാൻ. നമ്മളിപ്പോൾ എഴുതിയ അക്ഷരവും നേരത്തെ എഴുതിയ അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. എന്ന അക്ഷരം വലിയ വ്യത്യാസം വരുത്താതെ തന്നെ എഴുതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഭയങ്കര പാടുപെടും. ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ തന്നെ തിരിച്ചെഴുതിയാൽ മതി. സ്വരാക്ഷരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ നോക്കാം. ആദ്യം കൈ കഗായ് ഖങ്ങ. സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന അക്ഷരം ഉണ്ടല്ലോ ഖ, അതെഴുതാൻ ഇത്തിരി പാടുപെടും. ബാക്കി വലിയ പ്രശ്നമില്ലാതെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ചായ്ച്ച ജായ്ച്ച ഞ, ഇതിൽ സെക്കൻഡ് ലാസ്റ്റാണ് ഇത്തിരി പാടുപെടുന്നത്. ബാക്കി വലിയ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും അവസാനത്തെ ഞാൻ എഴുതിയതിൽ ചെറിയ തെറ്റ് പറ്റി. സ്വാഭാവികം, കാരണം അധികം പ്രാക്ടീസ് ഇല്ല എനിക്ക് മലയാളത്തിൽ. ഇനി ഡായിട്ടെണ്ണ, അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം എളുപ്പമാണ് തിരിച്ചെഴുതാനും. ഇനി ധായ്ത്തെണ്ണ, അതിൽ വലിയ പാടുവരുന്ന പ്രശ്നമില്ല. സെക്കൻഡ് ലെറ്റർ ധ ല ആവാതെ നോക്കിയാൽ മതി. ഭായ്പ മ, അത് എഴുതുമ്പോൾ മ തെറ്റാതെ നോക്കണം, കാരണം കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ നമ്മൾ അവസാനത്തെ അക്ഷരം എത്തി. ലാഭ, ഇതിൽ നമ്മൾ യാ എഴുതുമ്പോൾ ഇള്ളായിട്ടായിരിക്കും വരുന്നത്. ള എഴുതുമ്പോൾ ഈ ആവാതെ നോക്കണം. ഇവയിൽ ഴ എഴുതുമ്പോൾ ചിലപ്പോൾ യാ ആയി പോകും. അത് നമുക്ക് എഴുതി ശീലിച്ചാലേ മാറ്റിയെടുക്കാൻ പറ്റും, വേറെ പ്രശ്നങ്ങളില്ല. മലയാളത്തിൽ അധികം തിരിച്ചെഴുതുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ അതൊരു മേക്ക് ഓവർ തന്നെയാണ്. കൂടുതൽ ട്രെയിൻ ചെയ്താൽ കുറച്ചും കൂടെ ഫാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എപ്പോഴും തിരിച്ചെഴുതുന്നതും നോർമൽ ലെറ്റേഴ്സും തമ്മിൽ കൺഫ്യൂസ് ആവാതെ നോക്കണം.